RSS നിയന്ത്രണത്തിലുള്ള പാലക്കാട് വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് സ്ഫോടനം നടന്ന കേസിൽ വീട്ടുടമ സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ സംശയം. സംഭവത്തിൽ പൂളക്കാട് സ്വദേശി ഫാസിൽ, കല്ലേക്കാട് സ്വദേശി നൌഷാദ് എന്നിവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സച്ചിൻ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. സച്ചിൻ, അതായത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ വിദ്യാലയത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ RSSന്റെ ബന്ധമുള്ള നിയന്ത്രണമുള്ള സ്കൂൾ പരിസരത്തായിരുന്നു ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഓഗസ്റ്റ് 20-നാണ് പാലക്കാട് മൂത്താന്തറ വ്യാസ വിദ്യാപീഠം സ്കൂൾ പരിസരത്ത് വെച്ച് ബോംബ് സ്ഫോടനം ഉണ്ടായത്. തുടർന്ന് 10 വയസ്സുകാരനും ഒരു വയോധികർക്ക് സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് രാവിലെയോടുകൂടെ പാലക്കാട് കല്ലേക്കാട് വെച്ച് പോലീസ് റെയ്ഡിൽ സുരേഷ് എന്ന ആളുടെ വീട്ടിൽ വെച്ച് സ്ഫോടന വസ്തുക്കളും അതേപോലെ തന്നെ നാടൻ ബോംബും പിടികൂടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായ രീതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇതിലാണ് ഇപ്പോൾ വീട്ടുടമയായിട്ടുള്ള സുരേഷിന്റെ അറസ്റ്റ് ഇപ്പോൾ പാലക്കാട് നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയത്. മറ്റ് 2 പേർ, അതായത് പൂളക്കാട് സ്വദേശിയായിട്ടുള്ള ഫാസിൽ, കല്ലേക്കാട് സ്വദേശിയായിട്ടുള്ള നൌഷാദ് എന്നിവരും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് നോർത്ത് പോലീസ് അന്വേഷിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സുരേഷിനെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് മൂത്താന്തറ പ്രദേശം വലിയ രീതിയിൽ RSSന്റെ ശക്തമായ കേന്ദ്രം കൂടിയാണ്. സുരേഷ് BJPയുടെ സജീവ പ്രവർത്തകനാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഭദ്ര. ശരി സച്ചിൻ.